മനുഷ്യന്റെ ഭാവനയ്ക്കും യുക്തിക്കും അതീതമായ ശക്തിയാണ് പ്രകൃതിക്ക്. പ്രകൃതിയുടെ ആ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ഭൂകമ്പം. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർത്തെറിയാൻ ശേഷിയുള്ള ഈ പ്രകൃതി ദുരന്തം മനുഷ്യചരിത്രത്തിൽ എക്കാലവും ഭയത്തോടെയാണ് ഓർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഭൂകമ്പം ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന ഒരു പ്രതിസന്ധിയാണ്. മ്യാൻമറിലും റഷ്യയിലും ഉണ്ടായ സമീപകാല ഭൂകമ്പങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സുനാമി മുന്നറിയിപ്പുകൾക്ക് കാരണമായി. ഈ സാഹചര്യത്തിൽ ഭൂകമ്പങ്ങളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങളെയാണ് നമ്മൾ ഭൂകമ്പം എന്ന് വിളിക്കുന്നത്. ഭൂമിക്കടിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്ന ഭീമാകാരമായ ശിലകൾ കൂട്ടിയിടിക്കുമ്പോഴോ അല്ലെങ്കിൽ പരസ്പരം തെന്നിമാറുമ്പോഴോ ഉണ്ടാകുന്ന ഊർജം കാരണമാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്ലേറ്റുകൾ ഓരോ വർഷവും ഏതാനും സെന്റിമീറ്റർ മാത്രമാണ് ചലിക്കുന്നത്. എന്നാൽ ഈ ചലനങ്ങൾ പലപ്പോഴും വലിയ അളവിൽ ഊർജം സംഭരിക്കാൻ കാരണമാകും. ഈ ഊർജം ഒരു പരിധി കഴിയുമ്പോൾ വലിയ ശക്തിയുടെ പുറത്തേക്ക് വരും. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഊർജം ഭൂകമ്പ തരംഗങ്ങളായി ഭൂമിയിലുടനീളം സഞ്ചരിക്കും. ഈ തരംഗങ്ങളാണ് നമ്മൾ ഭൂമി കുലുങ്ങുന്നതായി അനുഭവിക്കുന്നത്. ഭൂകമ്പങ്ങളുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് അളവുകളാണ് റിക്ടർ സ്കെയിലും മെർക്കാലി സ്കെയിലും. ഭൂകമ്പം പുറത്തുവിട്ട ഊർജത്തിന്റെ അളവാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്നത്. ഓരോ യൂണിറ്റ് കൂടുന്നതനുസരിച്ചും ഭൂകമ്പത്തിന്റെ തീവ്രത 10 മടങ്ങ് വർദ്ധിക്കും. എന്നാൽ മെർക്കാലി സ്കെയിൽ ഭൂകമ്പം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയാണ് അളക്കുന്നത്. പ്രധാനമായും 3 തരം ഭൂകമ്പങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് ടെക്ടോണിക് ഭൂകമ്പമാണ്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ഇവ. ലോകത്ത് സംഭവിക്കുന്ന മിക്ക ഭൂകമ്പങ്ങളും ഈ വിഭാഗത്തിൽ പെടുന്നുമുണ്ട്. രണ്ടാമത്തത് അഗ്നിപർവ്വത ഭൂകമ്പമാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ഇവ. മൂന്നാമതായി നഷ്ടപ്പെടുന്ന ഭൂകമ്പം. ഖനന പ്രവർത്തനങ്ങൾ പോലുള്ള മനുഷ്യനിർമ്മിത കാരണങ്ങളാലോ ഗുഹകളോ പാറകളോ തകരുമ്പോഴോ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ഇവ. ഇവയുടെ തീവ്രത സാധാരണയായി കുറവായിരിക്കും. 2024 ലോകത്തെ ഞെട്ടിച്ച ചില ഭൂകമ്പങ്ങൾ ഭൂമിയുടെ അസ്വസ്ഥമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട്. മാർച്ചിൽ മ്യാൻമറിലെ സാഗയിങ്ങിലുണ്ടായ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച ഈ ദുരന്തം രാജ്യത്തെ പിടിച്ചുലച്ചു. തൊട്ടു പിന്നാലെ ജൂലൈയിൽ റഷ്യയിലെ കാംചട്ക ഉപദ്വീപിലുണ്ടായ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പസഫിക് സമുദ്ര മേഖലയിലെ 44 രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകൾക്ക് കാരണമായി. ഈ സംഭവങ്ങൾ ലോകരാജ്യങ്ങളെ, പ്രത്യേകിച്ചും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളെ അതീവ ഗൗരവമായ ചിന്തയിലേക്ക് നയിച്ചു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലെ ഭൂകമ്പ രേഖകളും NOAA ഡാറ്റയും അടിസ്ഥാനമാക്കി 1990 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായ രാജ്യങ്ങളെക്കുറിച്ചുള്ള പട്ടിക ഇങ്ങനെയാണ്. ഈ പട്ടികയിൽ ഒന്നാമത് ചൈനയാണ്. 1990 മുതൽ 186 ശക്തമായ ഭൂകമ്പങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ലോങ് മെഷാൻ ഹിമാലയൻ ഫോൾട്ട് ലൈനുകൾ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ, തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഉയർന്ന ഭൂകമ്പ മേഖലകളാണ്. 2008 സിജുവാൻ ഭൂകമ്പവും 1976 ടാങ്ഷൻ ഭൂകമ്പവും ഉൾപ്പെടെ വലിയ ജീവഹാനിക്കും നാശനഷ്ടങ്ങൾക്കും ഇത് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്തോനേഷ്യ. 1990 മുതൽ 166 വലിയ ഭൂകമ്പങ്ങൾ ഉൾപ്പെടെ ഏകദേശം 1000-ലധികം ഭൂകമ്പങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദുരന്തങ്ങളിലൊന്നായ 2004 സുമാത്ര ഭൂകമ്പവും സുനാമിയും ഇവിടെയാണ് സംഭവിച്ചത്. ഈ ലോകത്തെ ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു അത്. ഭൂമിയിലെ ഏറ്റവും ഭൂകമ്പപരമായി സജീവമായ റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജപ്പാനിൽ നിരന്തരമായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 1990 മുതൽ 98 വലിയ ഭൂകമ്പങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി. 2011 തോഹോഗോ ഭൂകമ്പവും സുനാമിയും 20,000-ലധികം ആളുകളുടെ ജീവനെടുത്തു. അറേബ്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലെ കൂട്ടിയിടി മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇറാൻ വലിയ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമാണ്. ഭൂകമ്പങ്ങൾ കാരണം ചരിത്രത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ നേരിട്ടിട്ടുമുണ്ട്. വലിയ ഭൂപ്രദേശമുള്ള അമേരിക്കയിൽ 1990 മുതൽ 78 ശക്തമായ ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടു. കാലിഫോർണിയയിലും അലാസ്കയിലും പ്രത്യേകിച്ച് സാൻ ആൻഡ്രിയാസ് ഫോൾട്ടിനടുത്താണ് ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള നോർത്ത് അനറ്റോലിയൻ ഫോൾട്ടിൽ സ്ഥിതി ചെയ്യുന്ന തുർക്കിയിൽ നിരവധി മാരകമായ ഭൂകമ്പങ്ങളാണ് ഉണ്ടായിട്ടുണ്ട്. 1999 ഇസ്മിറ്റ് ഭൂകമ്പത്തിൽ 18,373 ആളുകൾ മരിക്കുകയും 48,901 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 50,000-ലധികം ആളുകൾ മരിച്ച കഹ്റമൻ മാറാസ് ഭൂകമ്പവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലും ഹിമാലയൻ മേഖലയിലും ഗണ്യമായ ഭൂകമ്പ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. യുറേഷ്യൻ ഫലകവുമായുള്ള ടെക്ടോണിക്
കൂട്ടിയിടിയുടെ ഫലമായി 2001 ഗുജറാത്ത് ഭൂകമ്പം ഉൾപ്പെടെയുള്ള വിനാശകരമായ ഭൂകമ്പങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട്. ഗുജറാത്ത് ഭൂകമ്പത്തിൽ 20,000-ലധികം ആളുകളാണ് മരിച്ചത്. കടൽ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിലുള്ള ടെക്ടോണിക് പ്രതിപ്രവർത്തനം ഫിലിപ്പീൻസിൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. 1990 മുതൽ രാജ്യത്ത് 55 വലിയ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1990-ൽ 2412 പേർ കൊല്ലപ്പെട്ട 7.7 തീവ്രതയുള്ള ലുസോൺ ദ്വീപ് ഭൂകമ്പവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ സ്ഥാനചലനത്തിലെ പരിധികൾക്കുള്ളിലാണ് ഈ വടക്കേ അമേരിക്കൻ രാജ്യം മെക്സിക്കോ എന്ന വടക്കേ അമേരിക്കൻ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഇത് പതിവായി ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതോടൊപ്പം ഭൂകമ്പ സാധ്യതയുള്ള ഹിന്ദുകുഷ് മേഖലയിലാണ് അഫ്ഗാനിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ യുറേഷ്യൻ ഫലകങ്ങളുടെ കൂട്ടിയിടി മൂലമുണ്ടാകുന്ന ടെക്ടോണിക് പ്രവർത്തനം കാരണം അഫ്ഗാനിസ്ഥാനിൽ പലപ്പോഴും ശക്തമായ ഭൂകമ്പങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കടലിനടിയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് വലിയ തിരമാലകൾക്ക് കാരണമാകും. ഇത്തരം തിരമാലകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത്. തീരപ്രദേശങ്ങളിലേക്ക് അതിവേഗത്തിൽ ആഞ്ഞടിക്കുന്ന ഈ തിരമാലകൾ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും. 2004-ലെ സുമാമിത്ര ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിക്ക് ശേഷം ലോകരാജ്യങ്ങൾ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഭൂകമ്പങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല, പക്ഷെ അതിനെ നേരിടാൻ തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിക്കും. നിലത്ത് മുട്ടുകുത്തി ഇരിക്കുക, തലയും കഴുത്തും മേശയുടെയോ കസേരയുടെയോ അടിയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുക, തുറന്ന സ്ഥലങ്ങളിലേക്ക് ഓടി മാറുക, കെട്ടിടങ്ങൾ, മരങ്ങൾ, വൈദ്യുതി പോസ്റ്റുകൾ എന്നിവയിൽ നിന്നും അകന്നു നിൽക്കുക, വാഹനം ഉടൻ നിർത്തി തുറന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുക, പാലങ്ങൾ, തുരങ്കങ്ങൾ എന്നിവയ്ക്ക് താഴെയായി വാഹനം നിർത്തരുത്. ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ ലോകം മുഴുവൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭൂകമ്പ മുന്നറിയിപ്പുകൾ വേഗത്തിൽ നൽകാനും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഈ കോപത്തെ നേരിടാൻ മനുഷ്യരാശിക്ക് കൂടുതൽ കരുത്ത് നേടാൻ സാധിക്കുമോ എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ്.